നമസ്കാരം. തട്ടിപ്പിനും വെട്ടിപ്പിനും മലയാളി എന്നോ മറുനാടൻ മലയാളിയോ എന്നൊന്നും ഇല്ല. ലോകത്ത് എവിടെയാണെങ്കിലും തട്ടിപ്പുകാർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ പോക്കറ്റിലെ പണമാണ്. കരുതലോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ പ്രവാസികളുടെ പണമെല്ലാം തട്ടിപ്പുകാർ കൊണ്ടുപോകും. നിങ്ങളത് മനസ്സിലാക്കി വരുമ്പോൾ അവർ രാജ്യം വിട്ടിട്ടുണ്ടാകും. ഇപ്പോൾ പ്രവാസികളെ നോട്ടം വിട്ട് പുതിയൊരു തട്ടിപ്പ് റൂട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക് വിസയില്ലാതെ ഇറാനിലേക്ക് പ്രവേശനം അനുവദിച്ച തീരുമാനം പുതിയ സാധ്യതകൾ തുറന്നതിനേക്കാൾ കൂടുതൽ അപകടക്കണികൾ ഒരുക്കുകയാണോ എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എളുപ്പത്തിൽ വിദേശത്തേക്ക് പറക്കാമെന്ന ചിന്തയിൽ വ്യാജ റിക്രൂട്ട്മെന്റ് സംഘങ്ങൾ നൽകുന്ന വ്യാമോഹത്തിന്റെ വാഗ്ദാനങ്ങളിൽ വീണ് നിരവധി പേർക്ക് പണവും ഭാവിയും നഷ്ടമായിരിക്കുന്നു. പ്രവാസി സമൂഹം നേരിടുന്ന ഏറ്റവും പുതിയതും അതിവേഗം പടരുന്നതുമായ ഈ ജോബ് സ്കാമിനെതിരെ ഇന്ത്യൻ എംബസികൾ അടിയന്തര മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇന്ത്യക്കാർക്ക് വിനോദസഞ്ചാരത്തിനായി വിസ ആവശ്യമില്ലാത്ത രാജ്യമാണ് ഇറാൻ. വിസ ഇല്ലാതെ 15 ദിവസം ഇന്ത്യക്കാർക്ക് അവിടെ ചെലവഴിക്കാം. 6 മാസത്തിലൊരിക്കലാണ് ഇങ്ങനെ വിസ ഇല്ലാതെ 15 ദിവസം ഇറാൻ സന്ദർശിക്കാനാകുന്നത്. ഈ അവസരം ചൂഷണം ചെയ്തുകൊണ്ടാണ് പല വ്യാജ ഏജന്റുമാരും ജോലി വാഗ്ദാനം ചെയ്യുന്നത്. തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് ഇറാനിൽ എത്തിച്ച ശേഷം വിസയില്ലാതെ ഇന്ത്യക്കാരെ ക്രിമിനൽ സംഘം തട്ടിക്കൊണ്ടുപോകും. പിന്നാലെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ബന്ധുക്കളെ വിളിക്കും. നിരവധി ഇന്ത്യക്കാർ ഈ സംഘത്തിന്റെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാൻ സർക്കാർ ഇന്ത്യക്കാർക്ക് ടൂറിസം ആവശ്യങ്ങൾക്കായി മാത്രമേ വിസരഹിത പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കോ വിസരഹിത യാത്ര വാഗ്ദാനം ചെയ്യുന്ന ഇടനിലക്കാരെ ഒരു കാരണവശാലും വിശ്വസിക്കരുത്. വിസ ഇല്ലാതെ പോകുന്ന ഒരാൾക്ക് അവിടെ ജോലി ലഭിക്കില്ല എന്ന് ഓർത്തു വെച്ചോളൂ. പ്രത്യേകിച്ച് പ്രവാസികളായ ഇന്ത്യക്കാരെയാണ് ഈ വ്യാജ സംഘം ലക്ഷ്യമിടുന്നത്. പ്രവാസികൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. ഗൾഫ് മേഖലയിലെ തൊഴിൽ പ്രതിസന്ധിയിൽ ആശ്വാസം തേടുന്നവരെയാണ് ഈ തട്ടിപ്പുകാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പ്രവാസി ജീവിതം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ വിസ ഇളവ് എങ്ങനെയാണ് ഒരു വിനാശകരമായ കെണിയായി മാറുന്നതെന്ന് പറയാം. വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഉയർന്ന ശമ്പളവും മികച്ച സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്താണ് സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളെ വലവീശി പിടിക്കുന്നത്. വിസ ഫ്രീ പ്രവേശനമുള്ളതിനാൽ യാത്ര എളുപ്പമാക്കുകയും നിയമപരമായ പരിശോധന ലഘൂകരിക്കപ്പെടുകയും ചെയ്യുന്നത് തട്ടിപ്പുകാർക്ക് സഹായമാകുന്നു. പ്രവാസികൾ തങ്ങളുടെ ആജീവനാന്ത സമ്പാദ്യം ഇത്തരം തട്ടിപ്പുകാർക്ക് നൽകി ഇറാനിൽ എത്തിക്കഴിയുമ്പോൾ വാഗ്ദാനം ചെയ്ത് ജോലി ലഭിക്കാതെയും താമസരേഖകൾ ഇല്ലാതെയും ദുരിതത്തിലാകുന്നു. നിയമക്കുരുക്കുകളിൽപ്പെട്ട് നാടുകടത്തൽ ഭീഷണി നേരിടുന്ന അവസ്ഥയും ഉണ്ട്. ഇറാനിലെ ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും നൽകുന്ന മുന്നറിയിപ്പുകൾ ഓരോ പ്രവാസിയും ഗൗരവമായി കാണണം. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അജ്ഞാത ഏജൻസികളും വഴി ലഭിക്കുന്ന തൊഴിൽ വാഗ്ദാനങ്ങളുടെ നിയമപരവും സാമ്പത്തികവുമായ സാധ്യത കൃത്യമായി പരിശോധിക്കണം. ജോലിയുടെ വിശദാംശങ്ങൾ, തൊഴിൽ കരാർ, കമ്പനിയുടെ പൂർണ്ണ വിവരങ്ങൾ എന്നിവ ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. വിദേശയാത്രാ സ്വപ്നങ്ങളെ തകർക്കാതിരിക്കാൻ അമിതമായ ലാഭം വാഗ്ദാനം ചെയ്യുന്ന എളുപ്പ വഴികളെ ജാഗ്രതയോടെ മാത്രം സമീപിക്കുക. ഇറാൻ വിസയിളവിന്റെ മറവിലെ ഈ വ്യാജ തൊഴിൽ തട്ടിപ്പുകൾ പ്രവാസ ലോകത്തെ ദുരിതത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. എളുപ്പത്തിൽ ജോലി നേടാമെന്ന മോഹം ഉപേക്ഷിച്ച് നിയമപരമായ വഴികളിൽ മാത്രം വിദേശ ജോലിക്കായി ശ്രമിക്കുക എന്നതാണ് ഓരോ പ്രവാസിക്കും ഈ ഘട്ടത്തിൽ സ്വീകരിക്കാനുള്ള ഏക രക്ഷാകവചം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും എംബസികളുടെയും മുന്നറിയിപ്പുകളെ വേദവാക്യമായി കണക്കാക്കണം. സ്വന്തം നാട് വിട്ടു പോകുന്നതിന്റെ വേദന മാത്രമല്ല, തട്ടിപ്പിൽപ്പെട്ട ആജീവനാന്ത സമ്പാദ്യം നഷ്ടപ്പെടുത്തുന്നതിന്റെ ഭാരം പേറേണ്ടി വരുന്ന ദുരവസ്ഥ ഒഴിവാക്കാൻ കരുതലോടെയുള്ള ഓരോ ചുവടുവെപ്പും അനിവാര്യമാണ്. പ്രവാസി സമൂഹത്തിന്റെ ഈ ആശങ്കാജനകമായ അവസ്ഥയിൽ വിദേശകാര്യ വകുപ്പിന്റെ ഇടപെടൽ കൂടുതൽ ശക്തവും സുതാര്യവുമാകണം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.